Good morning, students. In the last class, we discussed about definition of money and functions of money. Today, we are going to discuss about demand for money. The desire of a person to hold money in hand is called demand for money. Demand for money comes from the fact that money is an asset and acceptable to all. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ മണിയുടെ ഡെഫിനിഷൻ എന്താണ് മണി, എന്തൊക്കെ ജോലികളാണ്, എന്തൊക്കെ ധർമ്മങ്ങളാണ് പണത്തിന് ചെയ്യാനുള്ളത്, അതെല്ലാമാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഡിമാൻഡ് ഫോർ മണി, നമ്മൾ എന്തിനാണ് പൈസ ഡിമാൻഡ് ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പണം അവരെ കയ്യിൽ സൂക്ഷിക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. മണി നമ്മൾ കയ്യിൽ വയ്ക്കുന്നത്, പണം നമ്മൾ കയ്യിൽ വയ്ക്കുന്നത് എന്തിനാണ്? പണത്തിന് എല്ലാവിധ ആക്സെപ്റ്റബിലിറ്റി, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മണി. Compared to all other assets, money is the most liquid form. Money is the most liquid. പെട്ടെന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ മണി സഹായിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ, മറ്റെല്ലാ സമ്പത്തിനേക്കാൾ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് നിറവേറ്റിത്തരുന്ന ഒന്നാണ് മണി. But when we kept money in liquid form, there is an opportunity cost. What you mean by opportunity cost? The cost of next best alternative forgone. നമ്മൾ പൈസ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ, നമ്മുടെ ഡെയിലി ആവശ്യത്തിന് വേണ്ടി പണം നമ്മൾ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്കതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് വേണ്ട എന്ന് വെച്ചിട്ടാണ് പൈസ നമ്മൾ കയ്യിൽ വയ്ക്കുന്നത്. അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് ഫോർ മണി ഈസ് കോൾഡ് ലിക്വിഡിറ്റി പ്രിഫറൻസ്. ദർ ആർ 3 reasons to hold money in liquid form. The first motive is transaction motive, second motive precautionary motive, and third motive is speculative motive for holding money. പ്രധാനമായിട്ടും 3 ആവശ്യത്തിനാണ്, 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പണം നമ്മൾ സൂക്ഷിക്കുന്നത്. ഒന്ന്, ട്രാൻസാക്ഷൻ പർപ്പസ്, ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമുക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻ മോട്ടീവ് ഓർ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. സെക്കൻഡ് വൺ ഈസ് പ്രിക്വേഷണറി മോട്ടീവ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാൽ, വല്ല ആക്സിഡൻറ്റോ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതിനു വേണ്ടി നമ്മൾ പൈസ കയ്യിൽ സൂക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. എപ്പോഴും കുറച്ച് പൈസ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ ലാഭത്തിന് എന്തെങ്കിലും സ്ഥലങ്ങളോ അതുപോലെ മറ്റു സാധനങ്ങളോ കിട്ടുമ്പോൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പൈസ കയ്യിൽ സൂക്ഷിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഊഹക്കച്ചവടത്തിന് വേണ്ടി പൈസ സൂക്ഷിക്കുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള മോട്ടീവാണ് പൈസ കയ്യിൽ സൂക്ഷിക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, 2 പ്രിക്വേഷണറി മോട്ടീവ്, 3 സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ദെൻ ട്രാൻസാക്ഷൻ മോട്ടീവ്. പീപ്പിൾ ഹാവ് ടു ഹോൾഡ് മണി to fulfill their transaction needs. Keeping money with them to meet their daily expenses is called transaction demand for money or transaction motive. ജനങ്ങൾ ഡെയിലി ട്രാൻസാക്ഷന് വേണ്ടി എപ്പോഴും പൈസ കയ്യിൽ സൂക്ഷിക്കുന്നു.
അതിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഫോർ മണി ഓർ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി. ദ മെയിൻ റീസൺ ടു ഹോൾഡ് മണി ഇൻ ക്യാഷ് for meeting day-to-day transaction is to bridge the interval between the receipt of income and expenditure. നമുക്കറിയാം, ഓരോരുത്തർക്കും ശമ്പളം മാസത്തിൽ ആദ്യം കിട്ടുന്നു. പക്ഷേ മാസത്തിൻ്റെ ഓരോ ദിവസവും അവർക്ക് ചിലവുകൾ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ചിലവുകളെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസാക്ഷന് വേണ്ടി എല്ലാവരും പൈസ മാറ്റിവെക്കുന്നത്. According to Keynes, transaction demand for money is mainly determined by the level of income. According to Keynes, the transaction demand for money is determined by the level of income. There is a positive relationship between transaction demand for money and level of income. Higher the level of income, higher will be the transaction. ഇൻകം ലെവലും ഒരാളുടെ ഇൻകവും അതുപോലെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണിയും തമ്മിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇൻകം കൂടുന്നതനുസരിച്ച് ട്രാൻസാക്ഷൻ ഡിമാൻഡും കൂടുന്നു. ദ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഓഫ് എൻ ഇക്കോണമി ഈസ് ഫ്രാക്ഷൻ of total value or volume of transactions over a period of time. Transaction demand for money is a fraction of total value of money over a period of time. Symbolically, we can write this MTD. MTD means transaction demand for money. Transaction demand for money is equal to KT, where MTD, transaction demand for money, T, total value or total volume of transaction. K denotes a positive fraction. We can also say that K is the inverse of velocity of circulation of money. K is the inverse of velocity of circulation. What do you mean by velocity? Velocity means number of times the money, a unit of money changes the hands. There exists a relationship between GDP and transaction demand for money. When transaction demand for money is high, the GDP rate is also very high. So in conclusion, we can say that money is demanded for three motives. The first and most important motive is transaction motive. Transaction motive means people hold money to meet daily expenses or to bridge the gap between the receipt of income and expenditure. We can write the transaction demand for money as MTD is equal to KT. MTD means transaction demand for money and T level of transactions and K a positive fraction. There exists a positive relationship between gross domestic product and transaction demand for money. When transaction demand for money increases, the GDP also increases. In the next class, we can discuss about other motives, speculative motive and a precautionary motive. Thank you.